Hi everyone. So today's video is all about the Sand Museum in Mysore. So in the last video, I mentioned that the next destination would be the Sand Museum. അങ്ങനെ ചാമുണ്ടി ഹിൽസ് നിന്ന് ഡൗൺവേർഡ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആണ് സാൻഡ് മ്യൂസിയം കാണാൻ പറ്റുന്നത്. സാൻഡ് മ്യൂസിയം എന്ന് പറയുന്നത് മണ്ണിൽ ഉള്ള ആർട്ട് വർക്ക്സ് ആണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇപ്പം 60 റുപ്പീസിന്റെ എടുത്തിട്ടാണ് നമ്മൾ സാൻഡ് മ്യൂസിയത്തിലേക്ക് കയറുന്നത്. അത്രയും അവിടെ വർത്ത് ദ മണി ആയിട്ട് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. വളരെ കുറച്ച് ഏരിയ കവർ ചെയ്ത് കുറച്ചിങ്ങനെ ആർട്ട് വർക്ക്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്നി ലാൻഡ് ഒക്കെ ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഷോപ്പിംഗ്സ് ഉണ്ട് അവിടെ. കാണാനുള്ള ആർട്ട് വർക്കിനേക്കാൾ കൂടുതൽ ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. നല്ല നല്ല സാധനങ്ങൾ അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ. അത്രയും ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. They showcase the art forms of Disneyland, Ganpati, Chamundi Devi, Dasra Ambari, Zodiac Wheel, Krishna, Arjuna Chariot, and so many. അങ്ങനെ കുറേയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. And then three forms of artworks which is connected with the Tipu Sultan monarchy. അപ്പോൾ ഇതൊക്കെ ടിപ്പു സുൽത്താൻ മൊണാർക്കിയിൽ വരുന്ന അറബിക് നേഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ ആർട്ട് ഫോംസ് ആണ്. ഇത് ഡിസ്നിലാൻഡിന്റെ ആർട്ട് ഫോം ആണ്. കുറേ കുട്ടികൾ വന്നിട്ട് ഈ ഡിസ്നിലാൻഡിന്റെ അടുത്ത് നിന്നിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം കണ്ടതുകൊണ്ടായിരിക്കാം എന്ന് ഓർത്തിട്ട് പാരൻസ് എല്ലാം അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഒന്ന് ഒരു സർക്കുലർ ഒരു പെരിമീറ്റർ കറങ്ങി കണ്ടു കഴിഞ്ഞിട്ട് നല്ലൊരു ഷോപ്പിലേക്ക് കയറി ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് മഹാഭാരത യുദ്ധസമയത്ത് പാർത്ഥന്റെ സാരഥിയായി കൃഷ്ണൻ ഇരുന്നതാണ്. ദെൻ അവിടെ നിന്ന് ഞാൻ നേരെ പോയിട്ടുള്ളത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ എടുക്കുന്ന 3 ലെയർ ഒരു ഗ്രീൻ മാല ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ക്രിസ്റ്റൽ മാലയും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല നല്ല ജ്വല്ലറീസ് ആയിരുന്നു. മാലകൾ മാത്രമാണ്, നെക്ക് പീസ് മാത്രമാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. പക്ഷേ എല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു. ബട്ട് നല്ല ക്രിസ്റ്റൽസും നല്ല സ്റ്റോൺസും യൂസ് ചെയ്തിട്ടുള്ളതാണ്. പ്ലാസ്റ്റിക് അങ്ങനത്തെ ബീഡ് അങ്ങനെയൊന്നുമല്ല, നല്ല സ്റ്റോൺസിൻ്റെയാണ്. ഇവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. സോ അഞ്ചൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.